ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു കുക്കിംഗ് ചെയ്യാൻ പോവുകയാണ് അല്ലെ നന്ദു? അതെ. ഓക്കെ, ഇതിന്റെ ഐഡിയ പറഞ്ഞത് നന്ദുവാണ്. അപ്പൊ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചിക്കൻ വേണം. അപ്പൊ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് കുർക്കുറെ 20ന്റെ പാക്കറ്റാ വേണ്ടത്. ആ കടയിൽ അത് ഇല്ലായിരുന്നു. സോ 5ന്റെ 5 കവർ വാങ്ങിച്ചു ഇരിക്കട്ടെ, ഒന്ന് നമുക്ക് സ്പെയർ ആയിട്ട്. പിന്നെ ഉള്ളത് ഒരു ഗോൾഡ് വിന്നറിന്റെ എണ്ണ 1/2 കിലോ 60 രൂപ. ഓക്കെ, മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓ സസ്പെൻസ് ഒക്കെ പൊട്ടിച്ച്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചിക്കൻ കഴുകിയെടുത്ത് അതിന്റെ പണി തുടങ്ങാം. ഓക്കെ, അപ്പം ക്യാമറ എടുക്കുന്നത് ഞാനാണ്. പിന്നെ ക്യാമറമാൻ നന്ദുവിനോടൊപ്പം അംജിത്. ചിക്കൻ പൊട്ടിക്കുക മോളെ. പാത്രം പാചകം എടുത്ത് പാത്രം, ഇതാണ് പാത്രം. ഇന്ന് പാചകം മൊത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഗായ്സ്. ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോ ചേട്ടൻ അപ്പൊ തന്നെ അത് വെക്കണം എന്ന് പറഞ്ഞു. ചിക്കൻ നമ്മൾ അങ്ങ് പൊട്ടിച്ചിട്ട് അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗ്ലൗസ് എവിടെ ഇരിക്കുന്നത്? ഗ്ലൗസ് ഇതിനകത്തിരിക്കുന്നു. ഇവിടെ ഗ്ലൗസ് വെച്ചിരിക്കുന്നത് ചേട്ടന് വേണ്ടിയാ. ചേട്ടൻ എന്ത് സ്മെല്ല് പിടിക്കത്തില്ല കയ്യിലൊക്കെ ആയാൽ. പിന്നെ ചിക്കൻ മാത്രമല്ല, ചേട്ടൻ എന്ത് ഫുഡ് ഉണ്ടാക്കാൻ കയറിയാലും ചേട്ടൻ ജസ്റ്റ് കൈ ഇടും. കാരണം കാരണം പ്രത്യേകിച്ച് മോനെ ഇപ്പൊ കൂടുതൽ, കാരണം ഭയങ്കര ഹൈജീനിക്കാൻ തെറ്റിദ്ധരിക്കേണ്ട. സംടൈംസ് മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അത് മാത്രമല്ല, പിന്നെ കുഞ്ഞാവയാ ഇനിയിപ്പോ മുളക് പൊടിയൊക്കെ എടുക്കുമ്പം കൈയൊക്കെ കുഞ്ഞിനെ എടുക്കുമ്പം നീറും. പിന്നെ നമ്മുടെ ആട്ടുമ്മ നാട് ഇവിടെ പണിയില്ല, മുട്ടും കുത്തി എന്തൊക്കെയോ പണി. പോച്ചയൊക്കെ അവള് തന്നെ പിച്ചിട്ടേട്ടാ താത്തത്ത് കളയുന്നത്. അപ്പൊ നമുക്ക് നല്ല പോലെ ചിക്കൻ കൊണ്ട് കഴുകിയിട്ട് വരാം. ഓക്കെ, ഞാൻ മുമ്പ് ഷെഫ് ആവാനായിരുന്നു ആഗ്രഹിച്ചത് നമ്മത്തെ, പക്ഷെ എനിക്ക് ഷെഫ് ആവാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ എഞ്ചിനീയറിന്റെ എക്സാം എഴുതി, എൻട്രൻസ് എക്സാം എഴുതിയപ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റ് പേര് വീണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എഞ്ചിനീയർ ആയി. പല ഗുണം ഉണ്ടാകുന്നിട്ട് ഒരു ഗുണമില്ല. അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ പറയും, നിങ്ങൾ പറയണ്ട. ഇത് നമ്മുടെ അപ്പുറത്തെ വസ്തു കാടാട്ടെ, ഫുൾ കാട് കയറി കിടക്കോടെ. ഇത് ഞാൻ കാണിക്കാൻ വിട്ടു. ഇത് നമ്മുടെ കൃഷി, നമ്മുടെ ചീര കേട്ടോ, നമ്മുടെ ഇവിടുത്തെ കൃഷിയാണ് ചീര. പിന്നെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കഥാനായിക നമ്മുടെ ചിക്കൻ കഴുകുകയാണ്. എങ്ങനെ ചിക്കൻ കഴുകാം? ഇങ്ങനെയാണ് കഴുകേണ്ട. ഓക്കെ, നല്ല പോലെ ബ്ലഡിന്റെ സ്മെല്ല് കാണരുത്, എനിക്കത് പിടിക്കത്തില്ല. ഇനി വെള്ളം കളയുന്ന കാര്യമാണ് നമുക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പാത്രത്തിൽ എന്തൊക്കെ ഇരിപ്പോൾ ആ പാത്രത്തിൽ ചിക്കന്റെ വെള്ളം കളയാം. പാവം ആ പെങ്കൊച്ച് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പൈപ്പുറക്കി. ആരും വഴക്ക് പറയണ്ട, ഇത് ഞാൻ പ്രത്യേകം ചെയ്യുന്ന ഒരു ആഹാരമാണ്. നമ്മളെ എപ്പോഴും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ചേട്ടനിങ്ങനെ ഇരിക്കുമ്പോ ഓരോന്ന് ഫുഡ് വെക്കണം തോന്നും. എന്തെങ്കിലും അത് മാത്രമല്ല കേട്ടോ, നമുക്ക് നേരത്തെ ചെറിയ കടയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ചേട്ടനും ചേട്ടനും ഉണ്ടായിരുന്നു. ആരും തെറ്റിദ്ധരിക്കണ്ട, ഇതൊക്കെ എനിക്ക് അറിയാം. കാരണം എനിക്ക് മുമ്പ് ഒരു കട ഉണ്ടായിരുന്നു, ഷവർമ, ഷവായി, ഷേക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് എന്തൊക്കെയല്ലേ ഷാർജ ഷേക്ക്, ജ്യൂസ്, ഷേക്ക് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചേട്ടൻ ഇതൊക്കെ വെട്ടി ഉണ്ടാക്കിയൊക്കെ നല്ല പരിചയമുണ്ട്. എന്നിട്ട് എനിക്ക് ഒരു വട്ടേ ബർഗർ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾ എന്ന് പറയാതെ എന്താ ഭാര്യയ്ക്ക് എന്നിട്ട് ഉണ്ടാക്കി കൊടുക്കത്തെ എന്താന്ന്? കാരണം ബർഗറിൽ നല്ലപോലെ കെമിക്കൽ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ക്യാരിങ് അല്ലായിരുന്ന. ഞാൻ ഇങ്ങനെ പിന്നെ അപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ ബർഗറിനകത്തൊക്കെ കെമിക്കൽ. സോസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വേറെ ആഡ് ചെയ്യും. കാരണം സോസ് മയോണൈസ് ഒക്കെ നമ്മള് കൂടുതൽ, കാരണം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലാതെ തന്നെ കഴിച്ചുകൂടാ, എന്നാലും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒട്ടും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അത് ഭയങ്കര കേടാണ്. ഹായ്, ഞാൻ ഇന്ന് നേരത്തെ കുളിച്ച കേട്ടോ, ഒന്നൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു ചേട്ടാ. അപ്പൊ അതിന് ഇതായിട്ട് പ്രൊമോഷന്റെ വീഡിയോ ഉണ്ടായിരുന്നു, ഒരു ഓയിലിന്റെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തത്, ഉച്ചക്ക് കുളിച്ച് കുറച്ച് കഴിയുമ്പോ ചേട്ടന്റെ തലയിൽ എണ്ണ വെക്കണമെന്ന് ചേട്ടന് എണ്ണ വെച്ച്. സാധാരണ പുള്ളി കുളിക്കാറില്ല, പിന്നെ പ്രൊമോഷൻ ആയതുകൊണ്ട് കുളിച്ചാണല്ലേ മോളെ? അങ്ങനെയല്ല, ഞാൻ കുളിക്കും കേട്ടോ. ഞാൻ ഒരു ദിവസം ഒരു വട്ടം കുളിക്കും, 2 വട്ടം ഒന്നും പറയത്തില്ല, ഒരു വട്ടം കുളിക്കും. എന്റെ കുഞ്ഞാവ് 3 നേരം കുളിക്കുന്നുണ്ട്. കുഞ്ഞാവ് ഭയങ്കര ചൂട്, അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കുളിക്കുക. എന്റെ തലമുടി എണ്ണ പോയിട്ടില്ല, ഷാമ്പൂ ഒന്നും ഇട്ടില്ല. നല്ല എണ്ണയായിരുന്നല്ലേ ചേട്ടാ? റോസ്മേരി എന്താ
പേര് നല്ല എണ്ണയായിരുന്നു കേട്ടോ യൂസ്. അത് നാളെ നമ്മൾ ഇൻസ്റ്റയിൽ ഇടുന്നതായിരിക്കും. അപ്പം അങ്ങനെ ചേട്ടൻ ചിക്കൻ കഴുകി ചിക്കൻ്റെ വെള്ളവും എന്തോ ചോര ഊറ്റിയെടുത്തു, അതുപോലെ മൊത്തം ഊറ്റിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. പോരെ ഏട്ടാ, അത്ര പോരെ. നല്ലപോലെ സ്മെല്ല് ചെയ്തു, ഒരു മുഷ്ട് മണം വരുന്നില്ല. ഇടയ്ക്ക് കുഞ്ഞാവെ പോയി നോക്കണം, കാരണം കുഞ്ഞാവ് നല്ല ഉറക്കമെന്ന് പറയാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഇപ്പം കമന്ന് വീഴാൻ തുടങ്ങിയിട്ട് ചേട്ടാ കമന്ന് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പാടാ. നമ്മളിവിടുത്തെ കുഞ്ഞു ഊഞ്ഞാൽ അലോക് മോനിരിക്കുന്ന ഊഞ്ഞാലായത്. ഞാൻ അണയ്ക്കുന്നുണ്ടല്ലേ ചേട്ടാ? ജോലി ചെയ്യുന്ന ഞാൻ അണയ്ക്കുന്നില്ല, ചുമ്മാ ഇരിക്കാൻ നീ അണയ്ക്കുന്നു. ചുമ്മാ എന്നല്ല, ഞാൻ എന്റെ കൊച്ചിന് പാപ്പ കൊടുത്ത് ഉറക്കി, പാല് കൊടുത്ത് ഉറക്കി. അതോ കോമൺ അവൻ മോനിപ്പോ ദേഹത്ത് കാലൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങുന്നത്. അതൊക്കെ ഒരു വിധത്തിൽ മാറ്റി തലയാണയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങ് വന്നത്. ഇവിടെ നമ്മുടെ ഒരാൾ ഭയങ്കര പണിയാണ്. നിങ്ങൾ കാണുന്നുണ്ട് ആട്ടുംകുട്ടി. ആട്ടുംകുട്ടി ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ആട്ടിൻകുട്ടിയെ പരിചയപ്പെടുത്തി തരാം. ഹായ് ആട്ടിൻകുട്ടി. ഹായ് ഹായ് അവളെ ഹായ് പറഞ്ഞ കേട്ടാ. ഇതായിരുന്നു എന്റെ ഷവർമയുടെ ചിക്കൻ കട്ടുന്ന സ്പോട്ട്. രാവിലെ ഇപ്പൊ ചിക്കൻ കൊണ്ടുവരും, എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കട്ട് ചെയ്യും. ഒരു 1.5 മണിക്കൂറോളം കട്ട് ചെയ്യും കാണും. കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് കടയിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയി ഷവർമ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഞാൻ ചേച്ചി ഇല്ലായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു മാത്രമേ കേട്ടിട്ടുള്ളൂ, ഞാനൊന്നും കണ്ടിട്ടില്ല. മുടി കൊതുക്കി വെക്കും. കയ്യാറി ഇടുന്ന കാണിച്ചുതരാം ഞാൻ. നനവായോണ്ടടാ. ഓക്കെ, കുഞ്ഞാവ് എന്തുവായോ എന്തോ. അപ്പൊ നമുക്ക് ഓടിപ്പോയി കുഞ്ഞാവ് നോക്കിട്ടാ. കുഞ്ഞാവ പാമ്പേഴ്സൊക്കെ മാത്രം ഇട്ട് കിടന്ന് ഉറങ്ങുക. നമുക്ക് ഓടിപ്പോയി നോക്കാം. കുഞ്ഞാവ് ഉറങ്ങും കേട്ടോ. ഞാനേ എഴുന്നേറ്റിട്ട് ഞാൻ കിടന്ന ഇതിനോട് തലയാണ് വെച്ചു കൊടുത്തു തന്നെ. അപ്പൊ ചക്കര ഉറങ്ങുന്നു. ഇവിടെ ഇതുവരെ ഗ്ലാസ് ഇട്ട് കഴിയില്ല. നമ്മുടെ ആമ്പലുണ്ടോ? ആമ്പലല്ലേ? ആമ്പലുണ്ട്. നമ്മൾ ചേട്ടാ ചിക്കൻ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എല്ല് പീസുകളൊന്നും വേണ്ട, നമുക്ക് നല്ല രീതിക്കുള്ള മാംസങ്ങൾ മാത്രം മതി. ഇതൊക്കെ കറക്കി ഇതൊക്കെ മാംസം അല്ലേ? ഇത്രയേ ഉള്ളു മാംസം. നമ്മളായിട്ടുണ്ടാക്കൂലേ, അതിന് മാംസം ആദ്യം ഇത് അരിയാം. ഓക്കെ ആണോ? ഒരു പാത്രം കൊണ്ടുവരണേ മാകത്ത് കയറുമ്പോ. അമ്മ മാകത്ത് കയറുമ്പോ ഇത് അതിന്റെ കൊഴുപ്പാണ്. എന്തമ്മ അങ്ങനെയൊക്കെ എന്ത്? ഓക്കെ അമ്മ, ഒരു പാത്രം എടുത്തോ. ഇത് കണ്ടാ മൊത്തം. ഇത് നമ്മളിങ്ങനെ ചിക്കന് 100 അമ്മായിമ്മ കാണിക്ക്. ചിക്കന് 100 കുളിച്ചിട്ട് സുന്ദരിയായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ചിക്കൻ പോലും അറിയാതെ ചിക്കനെ കട്ട് ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതായത് ഇംഗ്ലീഷുകാര് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക്, അത് വേറെ ആരുമല്ല. മറന്നുപോയി അമ്മ, ആണ് എന്റെ കുഴപ്പം. അമ്മ ഒരു പ്ലേറ്റിംഗ് ആമ. നമ്മുടെ ആരോ ക്ലോക്കമ്മച്ചിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ആൾറാം ചേച്ചി സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എടുക്കുക. എന്റെ മുത്ത് കാണിച്ചെന്ന പോലെ നൈസായിട്ട് അറിയും. അമ്മ നമ്മുടെ മറ്റേ കത്തിയാമ ഉണ്ടോണ്ടാമ, മൂർച്ചയുടെ കത്തി ഷവർ മരുന്ന് കത്തി ഉണ്ടാമ. ഇത് കൊണ്ടാമ. മുമ്പ് ഷവർ മരുന്ന കത്തിയൊക്കെ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ കത്തികൾ. ഒന്നും കാണുന്നില്ല. എന്ത് പറ്റി മോളെ? കത്തി മാറ്റി.
മറ്റേ കത്തിക്ക് മൂർച്ചയില്ല, അത് കൊച്ചു കത്തിയാണ്. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. നന്ദു ഒരു വീഡിയോ കാണിച്ചു, വീഡിയോ കണ്ട് അപ്പൊ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു നമ്മള്. ഞാൻ ജസ്റ്റ് ചുമ്മാ കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് ചേട്ടന് അയച്ചു കൊടുത്താ. പക്ഷെ അപ്പഴേ ചേട്ടന് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ അപ്പഴേ പറഞ്ഞു ചിക്കൻ മേടിച്ചോണ്ട് വരാം. കണ്ടത് വേണമെങ്കിൽ ഒന്നുകൂടെ കട്ട് ചെയ്യാൻ നടക്കുന്ന വേണ്ട, നീളം വേണം. ഏതാണ് കനോ? അല്ല ഒന്നുകൊണ്ട് നടക്കുന്ന അത് അങ്ങ് അത്ര മതി. അത് ഓക്കെ അല്ലേ? നമുക്ക് ചവയ്ക്കാനൊക്കെ വേണ്ടേ? ഇതൊക്കെ ഇരിക്കട്ടെ. അപ്പൊ നിനക്ക് നീളം വേണ്ട അല്ലേ? നീളം കൂടുതൽ വേണ്ട. ഞാൻ പൊടിഞ്ഞു പോകുന്ന വെച്ചാൽ മസാല പിടിച്ചതാവണെങ്കിലേ ചെറിയ ചെറിയ മസാല നല്ലപോലെ ഇതാവും. കൊച്ചു കൊച്ചു പീസുകൾ മതി ഇതിനകത്ത്. നെക്സ്റ്റ് പീസ്. സാധാരണ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കൊതിരുന്നത്, പക്ഷെ പ്രസവിച്ചതിന് ശേഷം എനിക്ക് കൊതികൾ മാറിയിട്ടില്ല. അതൊന്നും എല്ലാ മനുഷ്യനും ആഹാരം കാണുമ്പോഴത്തേക്ക് കൊതിരും, വെറൈറ്റി ആഹാരം കാണുമ്പോഴത്തേക്ക്. അത് ശരിയാണ്. പ്രസവം കഴിഞ്ഞ ശേഷം എനിക്ക് ഇപ്പൊ കൊറേ കൊതി കുഞ്ഞെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ നെയ്യ് ഉണ്ടാ മുത്തു, ഈ നെയ്യ് നമുക്ക് ഈ സീനിൽ വേണ്ട. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചിക്കൻ വൃത്തിയാക്കുമ്പോൾ എനിക്ക് പക്ഷെ ഇത് ക്ലീൻ ചെയ്തിട്ട് കത്രിക വെച്ചാ കേട്ടോ. കാരണം കത്രിക വെച്ചാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ അതാ കത്രിക വെച്ച് ചെയ്യുമ്പോൾ. കാരണം എൻ്റെ കൈ ഞാൻ എപ്പോഴും പിച്ചാത്തുകൊണ്ട് മുറിക്കും. ഇനി എത്ര കയറിയിട്ടാലും ഞാൻ മുറിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലും കത്രിക വെച്ചിട്ട് മീൻ വെട്ടാനും ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് കത്രിക വെച്ച് പറ്റത്തില്ല. ഞാൻ അവിടെ ഷവർമ അരിയുന്നത് തന്നെ, ഷവർമയ്ക്ക് എനിക്ക് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊറോണ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്ത് ആൾക്കാർ വരാതെ, അപ്പം മെല്ലെ മെല്ലെ ഓരോ സ്റ്റാഫിനെ കുറച്ച് അവസാനം ഈ പണിയൊക്കെ ഞാൻ ചെയ്ത്, എന്നിട്ടും മുതലാവുന്നില്ല. അങ്ങനെ ഞാൻ എന്താ ചെയ്ത് മെല്ലെ കടയൊക്കെ കൂട്ടി കെട്ടുന്നത്. ആ പുള്ളി പറഞ്ഞപ്പോ അതാണ്. കാരണം വീഡിയോക്കകത്ത് എന്നെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരാൾക്ക് ഭയങ്കര അസൂയ. അതുകൊണ്ട് സ്റ്റാൻഡൊക്കെ വെച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് ഞാനുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൊണ്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. രാത്രി ആയിപ്പോ കാക്കീനൊന്നും കാണുന്നില്ല. കാക്കയ്ക്ക് വീട്ടിൽ പോയി കാണാം. സഹായിക്കുന്നോ? സഹായിക്കാനാണ് ഇരിക്കുന്നത്. കഴിച്ച് സഹായിക്കാൻ. അതാണ് കാര്യം. അതെ, ഇതെന്താ എന്നെ ഒന്നും ഏൽപ്പിക്കാത്തതെന്ന് അറിയോ? ക്രെഡിറ്റ് മൊത്തം സാറിനേക്കാൻ വേണ്ടിട്ടാണ്. തീർച്ചയായിട്ടും വെച്ച് കഴിയുമ്പോ എന്റെ പൊളി ടേസ്റ്റ് എന്ന് പറയുമ്പോഴേ അപ്പൊ എന്നെ സ്മരിക്കണം. എന്റെ ഭർത്താവ് ഒരു കുക്കിംഗ് മാസ്റ്റർ ആണല്ലോ എന്നൊക്കെ എന്നിട്ട് വേണം കുറെ ഫുഡ് ഐറ്റംസ് നമുക്ക് വേറെ പുതിയതായിട്ട് ട്രൈ ചെയ്ത് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ. ഭയങ്കര കോമഡി എന്റെ മോള്. നോക്കിയാ മുത്തു വലുതല്ലേ? നിങ്ങളൊക്കെ ഭർത്താക്കന്മാര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യും. അവർക്ക് വേറെ ജോലിക്കൊന്നും പോകണ്ടല്ലോ, അതുകൊണ്ട് അവര് ചെയ്യും. എന്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ചെയ്തിരുന്നല്ലോ. പക്ഷെ എന്നാലും നമുക്ക് വീഡിയോ ആയത് കൊണ്ട് നമ്മള് കുറച്ച് ചെയ്യുന്നു. ഓക്കെയാണോ? എന്റെ അച്ഛനും ഇവിടെ അച്ഛനൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അമ്മയ്ക്കും എന്റെ അമ്മയ്ക്കും എല്ലാവരും ഇവിടെയും അവിടെയൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. നോ ഇഷ്യൂ. കാണുന്നവർക്കും അതൊരു ഇഷ്യൂ തോന്നുന്നത് നമുക്കറിയാം. പക്ഷെ തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അവരെ തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഇപ്പൊ എനിക്കൊന്നും എല്ലാ ഫാമിലിയിലും അച്ഛനും എല്ലാരും കുക്ക് ചെയ്യും. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ മാത്രമേ കുക്ക് ചെയ്യാവൂ, അങ്ങനെ ഒന്നൊന്നുമില്ല. പക്ഷെ എന്നാലും ചിലയിടത്തുണ്ട് കേട്ടോ. ആണുങ്ങള് വന്ന് ഇരിക്കുക മാത്രം ചെയ്യും. ഫുഡ് വിളമ്പി വെക്കുമ്പോ കഴിക്കുക എല്ലാം ഇപ്പോഴും ഉണ്ട്. ഇതിനകത്ത് എല്ല് കയറി വന്നാൽ ഇതിന് കത്തി ലോക്കായിട്ടിരിക്കും. ആണ് ഈ എല്ല് പാട്. ആ പോർഷൻസ് എല്ലാം നമ്മൾ നോക്കാം. കളയൂല, നമ്മള് കറി വെക്കാൻ വേണ്ടി മാറ്റി വെക്കും. മനസ്സിലായത്തിന് നമ്മള് കറിയിലോട്ട് തന്നെ ആഡ് ചെയ്യും. നമ്മള് ഫുഡ് കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോ പെട്ടെന്ന് സംഭവം കിട്ടുകയല്ലേ, പെട്ടെന്ന് കഴിച്ച് തീരുകയും ചെയ്യും. അത് ഉണ്ടാക്കുമ്പോ പാട് കണ്ട ഈ നോക്കിയേ. മതിയാന്ന് നോക്കിയേ മുത്തു. മതിയായിരിക്കോ? മതി, ബാക്കി നമുക്ക് കറിക്ക് എടുക്കാം. എല്ലാവർക്കും ഒരു ടേസ്റ്റിന് കേട്ടാ. ഇത്ര മതിയാ? ഇതിനിപ്പോ എടുത്ത് കഴിയുമ്പോ കറിക്കൊന്നും കാണൂല. അപ്പൊ നിങ്ങൾ ഞാൻ ഇങ്ങനെ മാറി നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ല. കാരണം കുഞ്ഞാവ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മതി, നമുക്ക് ഇത്ര പീസ് മതി, അതെടുത്തു. പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇത്ര പീസ് മതി. കാണുന്നുണ്ടോ എന്തോ
ഇത്ര പീസ് മതി, ബാക്കിയെല്ലാം കറിക്ക് എടുക്കാം വീട്ടിലേക്ക്. കാണിച്ചാൽ അടുത്ത് വെച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്ര പീസ് മതി. ഇത് എല്ലില്ലാതെ ചെറുതായിട്ട് അരിഞ്ഞ പീസുകളാണ്. ഇത് നമുക്ക് പിന്നെ നാളത്തേക്ക് കറിക്കെടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കഴുകിയേക്കാം, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൈപ്പ് തുറന്ന്. ബ്ലഡിന്റെ കളർ പിന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇതുകൊണ്ടാണ് നമ്മൾ ഒന്ന് നല്ലപോലെ കഴുകണമെന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കറി വെക്കുമ്പോഴൊക്കെ എപ്പോഴും ആ ഒരു പച്ച ടേസ്റ്റ് വരും അല്ലേ ഏട്ടാ? അപ്പൊ നമുക്ക് ചില സമയത്ത് നമുക്ക് പിന്നെ നമ്മൾ വെറുത്ത് പോകും ഫുഡ് ഐറ്റംസ്. പ്രത്യേകിച്ച് ഇവിടെ ചേട്ടനാണെങ്കിൽ എല്ലാ ഫുഡ് ഐറ്റംസും പെട്ടെന്ന് കണ്ടുപിടിക്കും അതിന് എന്ത് തന്നെന്നുള്ള കാര്യം. നമ്മൾ ഈ ഫീൽഡിൽ കുറച്ച് നിന്നിട്ടുണ്ട്, ഉടായിപ്പാണെങ്കിൽ അറിയാൻ പറ്റും. എനിക്ക് ഈ ക്യാമറ എടുക്കുമ്പോൾ എൻ്റെ കണ്ണിൽ ചീരയിലോട്ടാ പോകുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് ചീര കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതല്ലേ ഏട്ടാ? കൃഷി ശിവഗിരിയില് ഉത്സവത്തിന് നമ്മൾ പോയപ്പോ ഇവിടെ ഒരു കുരുത്തക്കെട്ടുകളുണ്ട് കേട്ടോ. എന്തൊക്കെയോ കിടന്ന് കാണിക്കും ഇവിടെ. അവളെ മൈൻഡ് ചെയ്യാനായിരിക്കും. ഞങ്ങൾ ഒരേ കുഞ്ഞാവ എഴുന്നേറ്റിട്ടുണ്ട്. നിങ്ങളെല്ലാരും ഉടുപ്പില്ല കൊണ്ടുപോടെ പിന്നെ അവനെ ഇങ്ങനെ കാണിച്ചിരുന്നേ. ഫസ്റ്റ് ചിക്കനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നാരങ്ങ ഒഴിക്കാം. ഒന്നല്ല രണ്ടും. നാരങ്ങ അല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ നാരങ്ങ എടുത്ത് ചേട്ടാ മുത്തു, നാരങ്ങയ്ക്ക് പകരം നമുക്ക് വിനാഗിരിയും സെറ്റാക്കി ഉപയോഗിക്കാം. നാരങ്ങ നമ്മള് വെച്ചു മോളെ. ഇനിയിപ്പോ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൊണ്ടുപോകാം. കുറച്ച് മുളക് പൊടി എടുത്തിട്ടു. എരിയൊക്കെ വേണ്ടേ മുത്തു? മഞ്ഞപ്പൊടി ഇട്ടു. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. കുരുമുളക് പൊടിയാണ് അത് ജീരകം കേട്ടാ. ഗരം മസാല പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉലുവ വേണ്ട. ഉലുവ, കുരുമുളക് പൊടി. കുരുമുളക് നല്ലപോലെ ഇട്ടോ കേട്ടോ. മസാലപ്പൊടി, ഇത് മല്ലിപ്പൊടി കുറച്ചിട്ടേക്കാം. മസാലപ്പൊടി എടുത്ത് മസാലപ്പൊടി ഇന്നലെ മസാല പൊടിച്ചത്. ഇതാണ് നമ്മുടെ മസാലപ്പൊടി. മല്ലിപ്പൊടി ഇട്ടാ. മഞ്ഞപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. മസാലപ്പൊടി മസാലപ്പൊടി ഇട്ടു. ഉപ്പിടണം. ഇനി നമ്മള് കടയിൽ അതിലെ മുത്തു, നമ്മള് കടയിൽ കൂടെ സോയാ സോസ് ഇടും, റെഡ് ചില്ലി സോസ് ഇടും, അങ്ങനെ കൊറേ ഗാർലിക് പേസ്റ്റ്, കൊറേ സോസ്. അതാണ് കെമിക്കൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടണം. മതി കഴിക്കാൻ ഇതിനിടയ്ക്ക് കല്ലി അമ്മ പോയി ചോറ് കഴിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് വിശന്നപ്പോ അമ്മ ചോറ് കഴിച്ചല്ലേ അമ്മ? എന്തുണ്ടായിരുന്നു അമ്മ ചോറിന്റെ കറി? ഇന്ന് ഉണക്കമീനായിരുന്നു. ഉണക്കമീൻ കറി വെച്ചു, പുളിശ്ശേരി. നമുക്ക് വെളുത്തുള്ളി തീർന്നു പോയി. അയ്യോ, അപ്പൊ നമ്മള് മയോണൈസ് ഉണ്ടാക്കണോ? ഞാനൊരു പാട്ട് പാടാന്നൊക്കെ വിചാരിച്ച, പക്ഷെ തൊണ്ടയിൽ കിച്ച് കിച്ച്. എനിക്ക് പാട്ടൊക്കെ പാടാൻ അറിയാം. ഞാൻ സൂപ്പറായിട്ട് പാട്ട് പാടും. പാട്ട് പാടുന്നാണോ? ചേട്ടാ കമന്ന് ഇരുന്നൊക്കെയാണ് ഇഞ്ചിയൊക്കെ പൊടിയുന്നത്. സമയമില്ല, കുറച്ച് പരിപാടി വേറെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ. അത് മാത്രല്ല കുഞ്ഞാവ് എഴുന്നേറ്റിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അത്യാവശ്യം ഓരോന്നിട്ടില്ലേ മുത്തു? ഇട്ടിട്ടു. നന്നായിട്ട് മിക്സ് ചെയ്യും. അമ്മ തൈരുണ്ടോ? അമ്മ നല്ല കട്ട തൈര് കുറച്ച് നോക്കണം.
അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് കട്ട തൈരോടെ ഒഴിക്കാം ഗായ്സ്. കട്ടത്തൈരില്ല, കട്ടത്തൈരില്ലാത്തോണ്ട് കുറച്ച് കൂടി പോലെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. തൈര് കട്ടയാവാ ഉണ്ട്, നല്ല മണം കൊണ്ട് കുഴപ്പമില്ല. കെമിക്കലല്ലേ, വീട്ടിൽ നമ്മൾ ഉറച്ച തൈരാണ്, കടയിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല. അപ്പം നമ്മള് എല്ലാ സംഭവവും ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ചു നേരം മാറ്റി വെക്കണം. ഇനി കുറച്ച് നേരം, ഒരു അരമണിക്കൂറെങ്കിലും മിനിമം. എത്ര മിനിറ്റ്? അരമണിക്കൂറെങ്കിലും മിനിമം. അപ്പൊ മസാല എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അരമണിക്കൂർ ഇത് ഫ്രീസറിൽ വെക്കാം, എന്നാലേ സെറ്റ് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് അരമണിക്കൂർ ഇനി കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടൻ മസാലയൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. ഫ്രീസർ തുറന്ന് ഫ്രീസറിൽ ഐസ്, മറ്റേ ബാക്കി ചിക്കൻ ഇരിക്കുന്നു. അപ്പൊ നമ്മള് കാണാത്തൊരു സാധനം ഇരിപ്പുണ്ട്. എനിക്ക് ഫ്രൂട്ടി മേടിച്ചു തന്നെ എന്റെ ഭർത്താവ്. അയ്യോ, ഇപ്പഴാണ് നീ പറയുന്നത്. അപ്പം നമുക്ക് നമ്മൾ വെച്ച സാധനം പുറത്തെടുക്കാം. ഇപ്പൊ നമുക്ക് നോക്കാൻ കാണോ ഇല്ലേ, നമുക്ക് നോക്കാം. നമ്മള് വെച്ച സാധനം പണി കളിയോ നോക്കാം. ഓക്കെ, നമ്മുടെ ഗ്ലൗസ് ഇനി ഗ്ലൗസ് ഒന്നും മതി നമ്മളല്ലേ? ഒന്നും മതി കേട്ടോ. അപ്പം നമുക്ക് നമ്മൾ അടക്കി നമ്മളെ കാരണം ഇരുട്ടായിട്ട് വെട്ടം കയറില്ല. ഓക്കെ, നമ്മള് എടുത്ത സമയം കൊള്ളാം കേട്ടാ. ഇനി എന്താണ് നമുക്ക് ഇത് ഓരോന്നോരോന്ന് തിരിച്ചിടണം. അപ്പൊ നമ്മളൊക്കെ കുളിച്ചിട്ടുണ്ട്. ചേട്ടൻ കുളിച്ചു, ചേട്ടൻ വിളക്ക് കത്തിച്ച ചേട്ടനായിരുന്നു. ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞപ്പോ കുളിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തപ്പോ. ഇത് കട്ടിയായി പോയിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് ആ കട്ടിയായി പോകാനെടുത്ത് ഇതാക്കണം. ഇപ്പം എങ്ങനെ പോയാലും ഒരു മണിക്കൂർ അടല മുത്തു. നമ്മളൊരു 6:30 നമ്മൾ പോയതാ. ഇപ്പൊ മണി 7:45 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം മാഗ്നേറ്റ് ആക്കി വെച്ച മസാല ഉപ്പ് നോക്കാം നമ്മളെ കുറച്ച് എല്ലാം ഉണ്ടാന്നൊക്കെ നോക്കി. നീ ഉപ്പും എരിയൊക്കെ കറക്റ്റാണോ ഏകദേശം? നീ വെളുത്തുള്ളി കാണിച്ചിട്ടല്ലേ? പിന്നെ വെളുത്തുള്ളി തീർന്നു കേട്ടാ, അതുകൊണ്ടായിരുന്നെങ്കിൽ ടേസ്റ്റ് ഫീൽ ചെയ്താല്. ഓക്കെ, അപ്പൊ എടുക്കട്ടെ കറിവേപ്പില. അതൊന്നും വേണ്ട. ഓക്കെ, അല്ല ഇത് അങ്ങനെ പൊരിക്കുന്നില്ല, പൊരിക്കണ്ടേ? ഓ, അങ്ങനെയാണ് ചെയ്യുന്നല്ലേ? ഓ, വെറൈറ്റി സാധനം മറന്നുപോയി. വെയിറ്റ്, ഞാൻ സാധനം എടുത്തോ. ശരിയാ, അങ്ങനെയല്ലേ? അല്ല, ഇത് ജസ്റ്റ് കഴുകി തുടയ്ക്കണം. അതൊക്കെ ഓക്കെ, നീ എടുത്തോ. നമ്മള് കാര്യം മറന്നുപോയി. സ്പെഷ്യൽ സാധനം വെക്കാൻ പോയതാണ്. ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്, അത് മറന്നുപോയി. അത് കഴുകി ഉണക്കണം കേട്ടോ. അത് കുഴപ്പമില്ല. ചെറിയ നേരെ പൊടിഞ്ഞു വരും. ക്യാമറ എടുത്തോ മുത്തു. ഓ, അത് മാറ്റിയോ? ക്യാമറ എടുത്തോ മുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ഐറ്റം ഇതാണ് ഗായ്സ്. അപ്പൊ നമുക്ക് ഇതാണ് ഇതില് വേണ്ട ഐറ്റം. വെറൈറ്റി ഇതങ്ങാട്ട് പൊടിച്ചങ്ങാട്ട് ഇടുക. കുഴപ്പമില്ല, അത് സംഭവം കുറച്ചേ കാണും. 5 കിലോ ഉള്ളൂ. ഒന്നും കുഴപ്പമില്ല, നീ എടുത്തോ. കുഴപ്പമില്ല, ആവശ്യം മതി, അതൊക്കെ മതി. ഓക്കെ,
ഓക്കെ, നീ എടുത്തു മോളെ നോൺസ്റ്റോപ്പായിട്ട് കളിക്കാൻ. അത് നമുക്ക് ജസ്റ്റ് എന്താ പൊടിക്കാം, മിക്സി ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിക്കാം. അതിനാ ഞാൻ ഇടാൻ പോകുന്നത് വണ്ടി, ഞാൻ ഇടാൻ പോകുന്നത്. ഈ പ്ലേറ്റ് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത് കഴിച്ചിട്ടാ. ഇതാ ചക്കര കണ്ട് കഴിച്ചോ. പൗഡർ ഇട്ടല്ലോ. ആ പാത്രം നീ എടുത്താൽ മതി. ഇത് അതിനകത്ത് മോളെ. ഒന്നുമില്ലല്ലേ? ഒന്നുമല്ലല്ലോ. സ്പൂണും എടുത്ത് വരുന്നില്ല. അപ്പൊ നമ്മള് നല്ല പോലെ കുർക്കുറെ പൊടിച്ചങ്ങ് എടുത്തിട്ടുണ്ട് ഗായ്സ്. അത് മുട്ട വെച്ചാൽ ആവശ്യമായിരുന്നല്ലേ? ജസ്റ്റ് വീടിന്ന് കണ്ടേ എന്തൊക്കെയാണ് മുട്ട വെച്ചാൽ ലാൻഡ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? നമുക്കിനകത്തോട്ട് നമ്മുടെ മുട്ട പൊട്ടിച്ചങ്ങ് പോയാ. ഓക്കെ, മുട്ട പൊട്ടിച്ച് വെച്ചു. മുട്ട ഒന്നും എടുത്തോ. ഈ മസാല ഒഴിക്കട്ടോ. ചേട്ടന്റെ ലുക്കൊക്കെ നേരത്തെ മാറിയിട്ടുണ്ട്. ഇപ്പം കയ്യിലേക്ക് കൊടുത്ത് തനി നാടൻ ലുക്കിലാണ്. നല്ലപോലെ നമ്മള് നമുക്ക് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും ചേട്ടാ. എങ്ങനെ? ഇതിപ്പം ചിക്കൻ ഉണ്ടല്ലോ, ചെറിയ മുട്ടയില് മുക്കിയിട്ട് ഈ ഇതിന്റെ പൊടിയിൽ ഇട്ടിട്ട് അങ്ങനെയാണ് സത്യം ആ വീഡിയോയില് ഞാൻ കണ്ടത്. നമുക്കിങ്ങനെ നോക്കാം. നമ്മളെല്ലാം വെറൈറ്റി ആയിട്ട് ചെയ്യണല്ലോ നമ്മള്, അല്ലേ? ഓ, നമ്മള് മുട്ടയും അതും കൂടെ മിക്സ് ചെയ്തല്ലേ? കുഴപ്പമില്ല. ഓ, മറ്റേത് ഓരോ പീസ് ചിക്കൻ എടുത്ത് മുട്ടയിൽ മുക്കിയിട്ട് എന്നിട്ട് മറ്റേ പൊടിയിൽ മുക്കി പൊരിക്കും. ഗ്യാസ് ഓൺ ആയിക്കോ. ചട്ടിക്കകത്ത് വെച്ച് എല്ലാം സ്പീഡിലായിരിക്കും. വീഡിയോക്ക് ലെങ്ത് കൂടുന്നുണ്ടോ എന്ന് സംശയം. ഓക്കെ, വെളിച്ചെണ്ണ എടുത്തോ. ഇത് ഫ്രൈ ചെയ്തിട്ട് വെക്കാൻ വേണ്ടി ഒരു നല്ലൊരു പാത്രം വെക്കണം. മോളെ അത് ഇവിടെ നിന്ന് കട്ടി വിടാതിരിക്കും. അതല്ലേ മോളെ? ഓക്കെ, എണ്ണ ഇനി ഇത് മെല്ലെ കിടന്ന് മൊരിയട്ടെ. പറ്റുമോ? പറ്റിക്കാൻ നമുക്ക് നാടൻ മുട്ട എല്ലാം എടുക്കണ്ട. ബ്ലാക്കിലെ മുട്ടയിലെ കറക്റ്റ് ആവത്തുള്ളൂ. നാടൻ മുട്ടയിലല്ല മണമസ് ഉണ്ടാക്കുന്നത്, ബ്ലാക്കിലെ മുട്ടയ്ക്കായിട്ടാണ്. നാടൻ മുട്ടയിൽ വരത്ത് ആവും മനസ്സിലാകട്ടെ. വെള്ള മുട്ട, ബ്ലാക്കിലെ മുട്ട. പക്ഷെ അത് കുഞ്ഞതായിരിക്കും കേട്ടോ, അല്ലേ? വലിയ മുട്ട കിട്ടുമായിരിക്കും. എന്റെ മൈൻഡൊക്കെ പോയി. ഡബിൾസിനെ കാണുമ്പോ മൈൻഡ് പോകും. കുറെ സമയം എടുക്കണം. ചിക്കൻ അല്ലേ, കുക്കറിൽ ആവി കയറ്റി. പക്ഷെ കാര്യമുണ്ട്, മറ്റേ അതിനകത്തങ്ങ് വെച്ചാൽ മതിയായിരുന്നു. നമ്മുടെ വലിയ ചകരം ഉണ്ടല്ലോ, എല്ലാം ഒരുമിച്ച് ചെയ്യാറുണ്ടല്ലോ. കുക്കറിലേ
ചിക്കൻ ആവി കയറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്തില്ല, പാതി വേവ് മതിയായിരുന്നു. ഇച്ചിരി മനസ്സിലാവുന്നുണ്ടോ? ഇത് നല്ല പോലെ ചിക്കൻ ഫ്രൈ ആവണം. ഇട്ടില്ലേ, ഇത് അടപ്പ് ഇതെല്ലാം ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എന്ത് മുത്തു, നീ പോകണം, നീ പോകും, നീ ആളെ വിട്ടാലും പോകും. കുരുമുളകിന്റെ പൊടിയും കിടക്കുക. അത് പറഞ്ഞാൽ തണുക്കാൻ വെക്കാം കേട്ടോ. അതാണ് എന്റെ പോരായ്മ. പിന്നെ അല്ല, അപ്പം നമ്മുടെ വീഡിയോയുടെ എൻഡിങ് നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നായിരുന്നു. പിന്നെ നമ്മൾ അവർക്കും കുറച്ച് കൊടുത്തു. പിന്നെ നമ്മൾ അവർ പോയപ്പോൾ നമ്മളും കഴിച്ചു. അപ്പം ഫുഡ് സത്യം പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റും ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.